എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന ലക്ഷ്മി നല്ലൊരു ഉഗ്ര തിരിച്ചടി തന്നെ പ്രകാശനിട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും പിന്നെ ശാരി തകർന്ന് തരിപ്പണമായി പോവാണ്. അങ്ങനെ അവസാനം വന്ന ഇപ്പൊ ശാരി ഒരു കാര്യം കൂടെ തീരുമാനിക്കുകയാണ്, മനോഹറിനെ ഇല്ലാതാക്കാനായിട്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, അവസാനം ഗത്യന്തരം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശാരി സ്വർണ്ണമൊക്കെ വാങ്ങി മനോഹറിനെ കാണാനായിട്ട് അങ്ങോട്ട് വരുവാണ്. മനോഹറിനെ കാണാൻ വന്ന് ശാരി അടിമുടി അങ്ങ് ശാരിക്കോട് പെരുത്ത് കയറണം. ഇവൻ ഒറ്റ ഒരുത്തം കാരണം, ഈ ദുഷ്ടം കാരണം തന്റെ മോളുടെ ജീവിതം ഈ വിധമായി ആയിരിക്കുന്നത്. ആ കിരണും കല്യാണിയൊക്കെ നല്ല സന്തോഷത്തോടെ ജീവിക്കാം. എന്നിട്ടോ തന്റെ മോളുടെ ജീവിതം നശിപ്പിച്ച ദുഷ്ടൻ കാലനായി നിൽക്കുന്ന എങ്ങനെയൊക്കെ മനസ്സിലോർത്തോണ്ടാണ് മനോഹറിന്റെ അടുത്തേക്ക് വരുന്നത്. മനോഹറിന്റെ അടുത്തേക്ക് മനോഹർ ആഹാ ഇതെന്താ അമ്മായിമ്മേ, കുറെ സമയമായില്ലോ ഞാനിവിടെ കാത്തുകിട്ട് നിക്കണെന്ന് വെക്കാം. ഇത് കേട്ടത് ശാരി പറഞ്ഞു, അതേ കടയിൽ പോയി വാങ്ങിക്കൊണ്ട് വന്നെന്ന് പറയാം, എന്റെ ആരും അല്ല അവിടെ ഇരിക്കണേന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെട്ടാണ്. എന്തിനാ ഇങ്ങനെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ നിങ്ങളുടെ കൊച്ചുമകൾക്ക് തന്നെയാന്ന് പറയണം. ഓ കൊച്ചുമകളെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോ അല്ലേ, കാരണം നിങ്ങളുടെ കൊച്ചുമകളൊന്നും അല്ലോ, നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്. ഈ സ്വർണം മൊത്തം പോയല്ലോ എന്നൊരു ചിന്തയായിരിക്കും അല്ലേന്ന് പറയാം. അതെ മനോഹറെ, എന്നെ കൊണ്ട് രാവിലെ പറയിപ്പിക്കരുതെന്ന് പറയാണ്. നിങ്ങൾ എന്ത് പറയാനാ, നിങ്ങൾക്ക് ഞാൻ പറയുന്നൊക്കെ അനുസരിക്കാനല്ലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. പിന്നീട് ശാരി കൊണ്ടുവന്ന കവറും കൂടെ കൊടുക്കുവാണ്, എന്തേന്നും പറഞ്ഞിട്ട് കൊടുക്കുവാണ്. ഇതെന്താ ഇതിനൊക്കെ വെയിറ്റ് ഒക്കെ കുറവാണല്ലോ. അതെ അത്രയ്ക്ക് വെയിറ്റ് ഒക്കെ മതി, മനസ്സിലായല്ലോ. ഇത് തന്നെ ഞാൻ ഉണ്ടാക്കാൻ പെട്ട പാട് എനിക്കറിയാം. ഇതിനു വേണ്ടി തന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പലതും വിറ്റിട്ടാ ഞാൻ മേടിച്ച. നിനക്കത്തൊക്കെ അങ്ങോട്ട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നിനക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയണ്ടല്ലോ എന്ന് പറയണം. നിനക്ക് നാട്ടുകാരെ എല്ലാ വീട്ടുകാരെ പറ്റിച്ച് നടക്കാനല്ലടാ ദുഷ്ട അറിയത്തോളം എന്ന് ചോദിക്കാം. അതെ അത് മാത്രമേ എടുത്തുള്ളൂ, എന്നാൽ നിങ്ങളെത്ര ദുഷ്ടത്തിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ എന്ന് പറയണം. ഇതേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇത് കൊണ്ട് തന്നിട്ട് നീ ഇതും കൊണ്ടുപോയി എവിടെയായാലും കൊണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ട് വന്നാണ്ടല്ലോ, അങ്ങനെ ഞാൻ ചെയ്യത്തില്ല. കാരണം അന്നത്തെ ദിവസം നൂലുചെട്ട് ചടങ്ങിനുള്ളതല്ലേ, അതിനുശേഷം വേണം ഞാൻ വാങ്ങിച്ചെടുത്തോളാം. ഇതിപ്പോ എന്തൊക്കെയാ കൊടുത്തെന്ന് പറഞ്ഞാലും അവസാനം ഇത് എന്റെ കൈകളിലേക്ക് തന്നെ വരുള്ളൂ. കണ്ടോ അവളെ ഞാൻ പറ്റിച്ച് പാലം കെടുത്തും, എല്ലാം ഞാൻ കടത്തിക്കൊണ്ട് പോകും, ലോക്കറിലിരിക്കുന്ന സ്വർണം വരെ ഞാൻ അടിച്ചോണ്ട് പോകുന്നു പറയണം. ശാരി പറഞ്ഞു, എന്റെ കൊക്കിന് ജീവനുള്ളത്തോളം കലം നടക്കില്ലടാന്ന് പറയണം. അതിന് നിങ്ങളുടെ സമ്മതം ആര് ചോദിക്കുന്നു? ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരി അവളുടെ ചങ്ക് വരെ എനിക്ക് പറിച്ചു തരും. പിന്നെയാണോ ഈ സ്വർണം എന്ന് പറയാ? നിങ്ങൾ പറയുന്നൊന്നും അവള് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. ദേ മനോഹറെ, അധികം നാള് ഇങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറയണം. അവര് പ്രതീക്ഷ എനിക്കുണ്ട്, അധികം നാൾ ഇവിടെ ജീവിക്കാൻ പറ്റില്ലെന്ന്. കാരണം നിങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് എനിക്ക് തരാനുള്ളത് തന്നിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡില് ഞാൻ അങ്ങോട്ട് പോയിക്കളാം. നൂലുകെട്ട് ചടങ്ങൊന്നും എനിക്കൊരു പ്രശ്നമല്ലെന്ന് പറയണം. എടാ ദുഷ്ട, എന്നാലും നീ ഇത്രയ്ക്ക് ഒരുത്തനായി പോയല്ലോ. എന്റെ മോളുടെ മുന്നിലും എന്റെ ഒക്കെ മുന്നിൽ എന്തൊരു അഭിനയമാടാ നീ കാഴ്ചവെച്ചെന്ന് ചോദിക്കാം. അതിനേക്കാളും വലിയ അഭിനയമല്ലേ നിങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കണേ. നിങ്ങളുടെ മോളല്ലെന്ന് അറിഞ്ഞിട്ട് കൂടി നിങ്ങൾ എന്തൊരു അഭിനയം. ആ പാവം വന്ന ആ സ്ത്രീയെ കഴുത്തിന് പിടിച്ച് നിങ്ങൾ വെളിയിൽ കളയല്ലേ ചെയ്യുന്നേ. നിനക്ക് എങ്ങനെ ഇതിനൊക്കെ തോന്നും? ഒരു പെറ്റമ്മയുടെ വേദന അതിപ്പോ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പൊ നിങ്ങൾ പതുക്കെ അത് മനസ്സിലായിക്കോളൂ എന്ന് പറയാണ്. എന്നാലും നീ ഒരിക്കലും നന്നാവില്ലെന്ന് തീരുമാനിച്ചല്ലേടാ? ഇല്ല, നന്നാവില്ലെന്ന് തന്നെ തീരുമാനിച്ചു. ഇവിടെ അല്ലെങ്കിൽ വേറൊരിടം എനിക്ക് ഇവിടുന്ന് കിട്ടാനൊക്കെയുള്ള മേടിച്ചു ഞാൻ അങ്ങോട്ട് പോയിക്കോളും. അല്ലെങ്കിൽ തന്നെ എനിക്ക് അധികകാലം ഒരിടത്തും അങ്ങനെ നിന്ന് പരിചയമില്ല. പിന്നെ എന്ത് ചെയ്യാനാന്ന് പറ. ഇവിടെ വന്ന് പെട്ടുപോയത് തന്നെ നിങ്ങളുടെ മോളുടെ മുന്നിൽ വന്ന്, അത് നിങ്ങളുടെ ഭാഗ്യം ഒന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറയാണ്. പിന്നീട് മനോഹർ വന്നത് ശരി ഞാനും കൂടി ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവാണ്. ആ കാഴ്ചകളുടെ ശാരിക്ക് സഹിക്കാൻ പറ്റിയില്ല. പാവം തന്റെ മോള് ഇതൊന്നും അറിയാതെയല്ലേ ഇരിക്കണേ. എല്ലാം അറിഞ്ഞു കഴിയുമ്പം അവൾക്ക് സമനിലേറ്റു എന്നുള്ള ഉറപ്പാ. അത്രമാത്രം അവള് സ്നേഹിക്കുന്നുണ്ട്. ഒരു പക്ഷേങ്കില് ആ ചന്ദ്രസേനയും രൂപേനെ അകറ്റാനായിട്ട് ശ്രമിച്ചതിന്റെ ബലമായിരിക്കും ഇത്. ദൈവമായിട്ട് തരുന്ന ശിക്ഷയായിരിക്കും എന്ന് പോലും സംശയമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇന്ന് എത്ര സ്നേഹത്തോടെ ആ രൂപയും ചന്ദ്രസേനയും കൂടെ കഴിയുന്നേ, അതൊക്കെ ഓർക്കാൻ പറ്റുമോ? ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടനോട് പറയാൻ പറ്റുമോ അയാൾ ഒറ്റ ഒരുത്തൻ കാരണം എന്ത് സന്തോഷമായിട്ടായിരുന്നു നേരത്തെ കഴിഞ്ഞുകൊണ്ടിരുന്നത്? അങ്ങനെ മതിയായിരുന്നു. അതാണെങ്കിൽ നല്ല സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള സമാധാനം കൂടെ പോയി കിട്ടി. എന്നിട്ടോ അവർ നല്ല സുന്ദരമായിട്ട് ജീവിക്കുന്നു. ആ സമയം രൂപയും ചന്ദ്രസേനും കൂടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോ രൂപ പറഞ്ഞു, ഇന്ന് ഏട്ടത്തിയുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചു, ഏട്ടത്തിക്ക് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു പറയണേ. ചന്ദ്രസേനം പറഞ്ഞു, അത് ശരിയാ, നല്ല വിഷമമുണ്ടെന്ന് പറയാണ്.
അവരറിയട്ടെ, ഇത്രയും കാലം എല്ലാരും പറ്റിച്ച് ജീവിച്ചുകൊണ്ടിരുന്നല്ലേ. അത് മാത്രമല്ല എത്ര വലിയ ക്രൂരത ചെയ്തതെന്ന് ഇനിയെങ്കിലും അവര് തിരിച്ചറിയണമെന്ന് പറയാം. അത് ശരിയാ, ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല. ഏട്ടന്റെ മുഖം കണ്ടോ ചന്ദ്രേട്ടാ, എന്തൊക്കെ ഓരോ വിഷമങ്ങളും വേദനകളും ഉണ്ട്. എനിക്ക് തോന്നുന്ന മരുമോനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് തോന്നുന്നത് ആ ഇരിപ്പും മട്ടും ഭാവവും കണ്ടാറില്ല അറിയാം. അല്ലെങ്കിൽ എന്തേലുമൊക്കെ പറഞ്ഞ് അടുത്തേക്ക് വരണ്ട. ഒരു വെല്ലുവിളിയൊക്കെ മിനിമം നടത്തേണ്ടതാണ്. ഒന്നും നടത്തിയിട്ടില്ല. പക്ഷെ അതിനർത്ഥം അവരുടെ മനസ്സിൽ അത്രയ്ക്ക് ആഘാതത്തിൽ എന്തോ തട്ടിയിട്ടുണ്ടെന്നാ തോന്നുന്നതെന്ന് പറയാം. ചന്ദ്രസേനൻ പറഞ്ഞ് തട്ടണമല്ലോ, അങ്ങനെ വേണമല്ലോ. ഇത്രയും കാലം ദുഷ്ടക്കൂട്ടങ്ങള് എന്തൊക്കെ പരിപാടി കാണിച്ചു വെച്ചേ. ഈ കല്യാണി മോളെ തന്നെ എത്ര തവണ ഇല്ലാതാക്കാൻ ശ്രമിച്ചേ. അത് പോരാഞ്ഞിട്ട് ഒരു തെറ്റും ചെയ്യാത്ത താരേനെ അവരെ കൊല്ലാൻ ശ്രമിച്ചല്ലേ. അപ്പൊ അവർക്ക് ഇതിലപ്പുറവും കിട്ടണമെന്ന് പറയണം. പിന്നീട് ശാരി വീട്ടിലേക്ക് വരുവാണ്. ശാരി വീട്ടിലേക്ക് വന്നപ്പോ സാരി ചോദിച്ചു, അല്ലമ്മേ രൂപാന്റിനെ ഒക്കെ വിളിക്കണ്ടേ? ആന്റിനെ വിളിച്ചില്ലല്ലോ എന്ന് പറയണേ. കാരണം ആന്റിനെ നേരത്തെ വിളിക്കണം, അല്ലെങ്കിൽ അവന്റെ ഉണ്ടല്ലോ ആ നശൂലം പിടിച്ച് ചെറുക്കന്റെ ബർത്ത്ഡേ, അവന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് പോവായിരിക്കും എന്ന് പറയാണ്. ദേ രൂപാന്റി ഇവിടെ വേണം, ഒരു കാരണവശാൽ അവിടെ കാണാൻ പാടില്ലെന്ന് പറയാ. അല്ല മോളെ, അത് പിന്നെ എന്താ അമ്മയ്ക്ക് എന്താ വിളിക്കാൻ വിഷമമുണ്ടോന്ന് ചോദിക്കുക. പിന്നീട് ശാരി അങ്ങനെ 28 കെട്ട് വിളിക്കുവാണ്. 28 കെട്ട് വിളിച്ച് ഇപ്പത്തിന് രൂപ പറഞ്ഞു, അല്ല എടുത്തി ഇതെന്താ 27 ദിവസമല്ലേ ആയുള്ളൂ, പിന്നെ എങ്ങനെയാ വെക്കണേന്ന് ചോദിക്കുക. അതിപ്പോ മോൾക്ക് ഒരേ നിർബന്ധം. അത് മാത്രല്ല മോള് പറഞ്ഞിരിക്കുന്നേ 27-ന് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പുറത്തുണ്ടല്ലോ ആ കല്യാണിയും കിരണ കൊച്ചിന്റെ ഒക്കെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ അന്ന് തന്നെ വെക്കണമെന്ന് മോൾക്കൊരു വാശി, അതുകൊണ്ടാന്ന് പറയണ. ഇത് കേട്ടുകഴിഞ്ഞപ്പോ രൂപ പറഞ്ഞു, അങ്ങനെ വാശിപ്പുറത്ത് ചെയ്യാനുള്ള കാര്യങ്ങളാണോ ഇതൊക്കെ? ഇതൊക്കെ ഒരു മംഗള കാര്യങ്ങൾ, ഒരു ആചാരങ്ങളൊക്കെ അല്ലേ, അതൊക്കെ അങ്ങനെ വെക്കാൻ പറ്റുന്ന കാര്യമാണ്, തോന്നിയാസം വെക്കുന്നതാണെന്ന് ചോദിക്കും. അതെ, ഞാൻ അവളോട് പറഞ്ഞതാ രൂപേ, എന്ത് ചെയ്യാനാ മോൾ അതിന് സമ്മതിക്കുന്നില്ലെന്ന് പറയാം. അവൾക്ക് ഇന്ന് വെക്കണമെന്ന് ഒരേ നിർബന്ധമാന്ന് പറയും. എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ വരാതിരിക്കുന്നില്ല, ഞാൻ വന്നേക്കാം. പിന്നെ അധിക സമയം വന്നിട്ട് നിൽക്കില്ല, അറിയാലോ എനിക്ക് കല്ലുമോന്റെ ബർത്ത്ഡേക്ക് പോകാനുള്ളതെന്ന് പറയണം. ഇത് കേട്ടതും ശാരി പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറയാണ്. കാരണം അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ, അല്ലാതെ മറിച്ചൊന്നും പറയാൻ പറ്റില്ലോ. പിന്നീട് സാരി ചോദിച്ചു, ആന്റി എന്ത് പറഞ്ഞു? വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. പണ്ടാണെന്നെങ്കിൽ ആന്റി ഇഷ്ടം പോലെ എന്റെ മോൾക്ക് കൊണ്ടേ കൊടുത്താന്, ഇനിയിപ്പൊ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ല. ദേവിടെ ശാരി പറഞ്ഞു, ഓ അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ നിനക്ക് ഉണ്ടായെന്ന് ചോദിക്കാം. അല്ല എന്തിയാ നിന്റെ ഭർത്താവ് എന്ത് ചെയ്തേക്കും? അതെ മനുവേണ്ണൻ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പോയെന്ന് പറയാം. അവന്റെ മീറ്റിംഗ് ഞാൻ പറയണല്ല, അവൻ എവിടെയാ മീറ്റിംഗ് ഇരിക്കണേന്ന്. പിന്നീട് ശാരി ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോ രാഹുൽ ഇങ്ങനെ തലയെ കൈവച്ച് അങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ടത് ശാരിക്ക് ദേഷ്യം വന്നു. ശാരി എന്നിട്ട് പറഞ്ഞു, ഇരിക്കടാ ദുഷ്ടാ നീയാ, കണ്ടു ഇപ്പൊ നിന്റെ തലയോ പൊട്ടിയിട്ടുള്ളൂ, ഇനി കഴുത്തിന് മേളിൽ തല കാണത്തില്ല, കണ്ടു അധികം വൈകാതെ തല ഞാനും കൂടെ വെട്ടിയെടുക്കൂന്ന് പറയണം. ഇത് കേട്ട രാഹുലോട്, നിനക്ക് മുഴുവൻ ഭ്രാന്താന്ന് പറയണം. അതെ ഭ്രാന്ത് തന്നെയാ, അറിയാലോ. ഇപ്പൊ ഞാൻ ഭ്രാന്തരം കാണിച്ചിട്ട് വന്നിരിക്കുന്ന, ഉള്ളതെല്ലാം വിറ്റ് പെറിക്കൊണ്ടിരിക്കുക ഞാൻ. അതിന്റെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഒറ്റയെടുത്ത കാരണം ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാരൻ നിങ്ങളും നിങ്ങളുടെ മോളും എല്ലാവരും കൂടെ ചേർന്ന് ഓരോ തന്ത്രങ്ങളും ഒപ്പിച്ചിട്ട് ഇപ്പൊ മനുഷ്യനെ ബാക്കിയുള്ളവനെ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാം. അതിന് മാത്രം ഇപ്പൊ എന്തുണ്ടായി ശാരിന്ന് ചോദിക്കാം. കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ശാരി അകത്തേക്ക് കയറി പോവാ. ഈ സമയത്ത് രാഹുൽ ഓർത്തു, ഇവൾക്ക് വീണ്ടും ഭ്രാന്ത് പിടിച്ചെന്നാ തോന്നുന്നേ. പിന്നീട് ഒരിക്കൽ 28 നൂലുകെട്ട് ചടങ്ങുകളും ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് മനോഹർ സ്വർണ്ണമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് സരുവിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, അതേ മോളു നാളെ കൊച്ചിനെ അണിയിക്കാനുള്ള സ്വർണ്ണങ്ങളൊക്കെയാന്ന് പറയണം. അങ്ങനെ അതെല്ലാം അടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം സരുവിന് ഭയങ്കര സന്തോഷമായി. ഇതെന്റെ അമ്മേനെ ഒന്ന് കാണിക്കണം. അമ്മ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ, മനുവേണ്ട ഇന്ന് വരെ കുഞ്ഞിനൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ലാന്ന്. നെല്ല ഈ കുടുംബത്തിൽ മേടിച്ചു തരുന്നേന്ന്, ഇതൊന്നും കൊണ്ട് കാണിക്കട്ടെ എന്ന് പറഞ്ഞ് ശാരിന്റെ അടുത്ത് കൊണ്ട് വലിയ ആള് വിളിച്ച് കാണിക്കുന്നുണ്ട്. എന്റെ മനുവേട്ടൻ വാങ്ങിച്ചിട്ട് തന്ന കാണാനൊക്കെ പറഞ്ഞുണ്ട്. ശാരിക്ക് നല്ല ദേഷ്യം വന്നു. അവളുടെ ഒരു മനുവേട്ടൻ, ഇത് ഞാന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വാങ്ങിച്ചോണ്ട് വന്നിട്ട് അവൻ വലിയ ക്രെഡിറ്റ് വാങ്ങാനായിട്ട് കൊണ്ടുവന്ന് തന്നിരിക്കുന്നു. എങ്ങനെയുണ്ടമ്മേ, കൊള്ളാല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ, തൂക്കവും വെയിറ്റൊക്കെ കൂട്ടിയാ പറഞ്ഞിരിക്കുന്നേ മനോഹർ സരുവിനോട്. പക്ഷെ വാങ്ങിച്ച ശാരിക്കറിയാൻ മേലേ ഇതൊക്കെ കേട്ടിയുമ്പോ അവൻ കള്ളത്തരത്തിന് കൂടാ, അങ്ങനെ കള്ളത്തരം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഇതേ ഇനിയിപ്പം രൂപാന്റെ വരുമ്പോ എന്തേലുമൊക്കെ മോൾക്ക് കൊണ്ട തരുവായിരിക്കും അല്ലേന്ന് ചോദിക്കുക. ശാരി പറഞ്ഞു, തരുവായിരിക്കും, പണ്ടത്തെ രൂപയുടെ തന്നേനും, ഇപ്പോഴെനിക്ക് അറിയത്തില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരൊഴുക്കം മട്ടി പറഞ്ഞിട്ട് ശാരി അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് കിരണും കല്യാണിയും കൂടെ ബർത്ത്ഡേ ഫംഗ്ഷന്റെ ആ കാര്യങ്ങളൊക്കെ നടത്തുവാണ്. കാരണം കല്ലുമോന് ഡ്രസ്സുകളും കാര്യങ്ങളും അങ്ങനെ എടുക്കണം, എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരുക്കങ്ങളൊക്കെ നടത്തി. അപ്പൊ നാളെയാണ് ഫംഗ്ഷൻ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതേ ആ ദിവസം തന്നെയാണ് അപ്പുറത്ത് നൂലുകെട്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് വരാൻ സാധിക്കില്ല, എന്നാലും കുഴപ്പമില്ല. അതിനുശേഷം അമ്മ വന്നതിന് ശേഷം ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നുള്ളെന്ന് കിരണും കല്യാണം തീരുമാനിച്ചു. അത് രൂപയോട് വിളിച്ച് പറയുകയും ചെയ്തു.
ഇനി എത്ര താമസിച്ചെന്ന് പറഞ്ഞാലും അമ്മ വന്നതിന് ശേഷം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുള്ളൂ. അമ്മയുടെ പ്രസൻസ് അവിടെ ഉണ്ടാവണമെന്ന് അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. പിറ്റേ ദിവസം കല്ലുമോന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ രാവിലെ തന്നെ കിരണും കല്യാണിയും കൂടെ കുളിച്ചൊരുങ്ങി ക്ഷേത്രത്തിലേക്ക് പോവാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി കല്ലുമോന്റെ പേരിൽ പ്രത്യേക അർച്ചനകളും വഴിപാടുകളും ഒക്കെ നടത്തിയിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ശാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്നാണ് കൊച്ചിന്റെ നൂല് കെട്ട് ചടങ്ങ്. അപ്പൊ ശാരിയെ കണ്ടത് കിരണൻ കല്യാണിയോട് പറഞ്ഞു, ദേ വരുന്നുണ്ട്, ഞാൻ നോക്ക് എന്ന് പറയണം. അങ്ങനെ ശാരി അങ്ങോട്ട് കയറി വന്നു. ശാരിയുടെ മുഖമൊക്കെ പണ്ടതുപോലത്തെ ആയിരുന്നില്ല. ഒരുമാതിരി വല്ലാത്തൊരു ക്ഷീണഭാവമൊക്കെ ആയിരുന്നു. കിരണിനെ കണ്ടപ്പോൾ ആഹാ മോനോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, അല്ല ഇതെന്താ ആന്റി ഇന്ന്? അത് പിന്നെ ഇന്ന് കൊച്ചുമോടെ നൂല് കെട്ടാ, അതുകൊണ്ട് ഞാനൊന്ന് ക്ഷേത്രത്തിൽ വന്നിട്ട് പോവാന്ന് വിചാരിച്ചെന്ന് പറയാം. ഇത് കേട്ടത് കിരൺ പറഞ്ഞു, ഇന്ന് കല്ലുമോന്റെ ബർത്ത്ഡേ കൂടെയാ. അല്ല അതിന് ദിവസമൊന്നും ആയില്ല, നാളെയല്ലേ 28 ആവുള്ളൂന്ന് കല്യാണി ചോദിക്കാം. അല്ല അത് പിന്നെ മരുമോൻ എന്തൊക്കെയോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാ ഇന്നത്തേക്ക് മാറ്റി വെച്ചെന്ന് പറയാം. ഓ അതുകൊണ്ടല്ലേന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരി ഒന്നും മിണ്ടാതെ കൂടെ കയറി പോവാണ്. പിന്നീട് ശാരി പോയിന്ന് പ്രാർത്ഥിക്കും, എന്റെ ഭഗവാനെ കണ്ടില്ലേ, ഞാൻ എത്ര ആഗ്രഹിച്ച എന്റെ സരിയോന് നല്ലൊരു ജീവിതം, ആ നല്ല ജീവിതം കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുമായിരുന്നു. പക്ഷെ അതുപോലെ ഒരു ദുഷ്ടനെ എനിക്ക് കിട്ടിയത്. ഇപ്പൊ കണ്ടില്ലേ കിരണും കല്യാണി എന്ത് സന്തോഷത്തോട് കൂടിയിട്ടാ പോകുന്നേ. എന്റെ എല്ലാ സന്തോഷങ്ങളും എടുത്തു കളഞ്ഞു. അവരൊക്കെ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇത് എത്ര കാലം ഇങ്ങനെ പോകാനാ ഭഗവാനെ? ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് തോന്നേ. എനിക്ക് ജീവിക്കാൻ പോലും തോന്നില്ല, വല്ലാത്തൊരവസ്ഥയില. എന്തേലും ഒരു വഴി നീ കാണിച്ചു തരണേന്നൊക്കെ പറഞ്ഞിട്ട് മുട്ടിപ്പായിട്ട് അവിടെ പോയിന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ശാരി വീട്ടിലേക്ക് തിരികെ പോരുന്നത്. അങ്ങനെ 28 കെട്ട് നൂലുകെട്ടിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അതിനുള്ള സമയമായി കഴിഞ്ഞപ്പോഴത്തേനും രൂപ നേരത്തെ തന്നെ എത്തി. രൂപ നേരത്തെ കഴിഞ്ഞപ്പോ തന്നെ സരി പറഞ്ഞു, ഇനിയിപ്പം ആരും വരാനൊന്നും ഇല്ലല്ലോ, ആരും ബന്ധുക്കാരെ ഒന്നും വിളിച്ചിട്ടില്ല, നമ്മൾ തന്നെയല്ലേ ചടങ്ങ് നടത്തിയേക്കാന്ന് പറയണം. മനോഹറും സരിയും കൂടി ഇരുന്നു മനോഹറിന്റെ മടിയിൽ കുഞ്ഞിനെ എടുത്തു വെച്ചു. അങ്ങനെ നൂലിചേട്ടക്കിന് ചടങ്ങിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ്. ഈ സമയത്ത് രൂപ എന്ത് ചെയ്യുവാണ്, താൻ കൊണ്ടുവന്ന് കുറച്ച് സ്വർണം വാങ്ങിയിട്ടുണ്ടായിരുന്നു മോൾക്ക്. അങ്ങനെ മോൾക്ക് കൊണ്ടുവന്ന സ്വർണ്ണ ആഭരണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെങ്കില് സരിയുടെ മുഖം കൂടി തെളിഞ്ഞില്ല. സരിയോ അതിൽ കൂടുതൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പറയാൻ പറ്റില്ലല്ലോ ആ സമയത്ത്, അതുകൊണ്ട് സരിയോ കൂടുതലൊന്നും പറഞ്ഞില്ല. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പത്തിന് സരിയോ പറഞ്ഞു, അതെ ആന്റി ഇപ്പൊ പോകണ്ടെന്നൊക്കെ പറയണം. അപ്പൊ രൂപ പറഞ്ഞതേ എനിക്ക് കല്ലുമാന്റെ ബർത്ത്ഡേ അവിടെ പോകണമെന്ന് പറയണം. ഓ അപ്പൊ ആന്റിക്ക് ഇവിടെ നിൽക്കാൻ ഇപ്പൊ സമയമില്ലല്ലേ എന്നൊക്കെ സരിയോ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അങ്ങനെയല്ല മോളെ, നമ്മളെ വിളിച്ചുമ്പോ നമ്മൾ ചെല്ലായിരുന്നിട്ട് അത് മര്യാദകേടാവൂലേ, അത് മാത്രമല്ല അവർക്ക് സംശയങ്ങളും തോന്നുന്നു പറയണം. അങ്ങനെ രൂപ ഒരു വിധത്തിൽ ഒഴിവൊഴിവുകൾ പറഞ്ഞ് അവിടുന്ന് പോവാണ്. പിന്നീട് നേരെ കല്ലുമോന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. കല്ലുമോന് കുറെ സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചന്ദ്രസേനയും രൂപയും കൂടെ ചെന്ന് കഴിഞ്ഞ ശേഷം അവിടെ കേക്ക് കട്ടിയത്തും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അങ്ങനെ വിപുലമായിട്ട് ഗംഭീരമായിട്ട് രീതിയിൽ അവിടെ കേക്ക് കട്ട് ചെയ്യുവാണ്. കേക്ക് കട്ടിയത് അവരും കൂടെ ആഘോഷിക്കണം. അവരെല്ലാം വന്ന് ആഘോഷിക്കുന്ന ഇപ്പറയുന്ന സരയും ശാരിയൊക്കെ ഉണ്ട്. സഹിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ 28 ആണെങ്കിലും ആൾക്കാരെ അതിന് വിളിയില്ല. പക്ഷെ അവിടെ അങ്ങനെയല്ല, അവിടെ ഗംഭീരമായിട്ടാണ് കല്ലുമോന്റെ ബർത്ത്ഡേ ആഘോഷമൊക്കെ നടക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് സരയുനൊക്കെ സഹിച്ചില്ല. സരയു എന്ന് ശാരിയോട് പറഞ്ഞു, കണ്ടില്ലേ ഒരു ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് എന്ത് വലിയ ആഘോഷമായിട്ടാണ് നടത്തുന്നത്. ഇവിടെ നടന്നിട്ട് 28 കെട്ടി ചടങ്ങ്, എന്നിട്ടോ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ തന്നെയല്ലേ ഉള്ളൂ, പാവം എന്റെ മോള് എന്നൊക്കെ പറയുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശാരി മനസ്സിൽ പറഞ്ഞു, നിന്റെ ഭർത്താവ് നല്ലവനായിരുന്നെങ്കിൽ ഇങ്ങനത്തെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു, അല്ല ഗംഭീരമായിട്ട് തന്നെ നമ്മൾ ആഘോഷിച്ചാലും എന്നൊക്കെ ശാരി മനസ്സിൽ പറയാണ്. പക്ഷെ ഈ സമയത്ത് ലക്ഷ്മിയമ്മ ഒരു കാര്യം തീരുമാനിച്ചു. പ്രകാശനിട്ട് അവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, തന്നെ ഇല്ലാതാക്കാനായിട്ട് വാടകൂടനെ ഏർപ്പാടാക്കിയതാണ്. അപ്പൊ അവനിട്ടൊരു പണി തന്നെ കൊടുക്കണം. പിന്നീട് കാർത്തിക വന്നപ്പോ കാർത്തിയോട്, അത് മോളെ ഞാനൊരു കാര്യം തീരുമാനിച്ചെന്ന് പറയാ. എന്താ അമ്മേ, എന്താ തീരുമാനിച്ചെന്ന് ചോദിക്കാം. അപ്രകാശനിട്ട് അവൻ അറിയണ്ടേ, ഞാൻ മരിച്ചില്ലെന്ന് അറിയണ്ടേ, അവൻ എന്താണെന്നും സന്തോഷിച്ചിരിക്കുമല്ലേന്ന് ചോദിക്കാം. അത് വേണോ അമ്മേ, ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനെ ഒന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പം കാർത്തിക, അത് നല്ല കാര്യമാണ്, കാരണം ഭയങ്കര സന്തോഷത്തിലമ്മേ അയാള്. അമ്മ മരിച്ചല്ലോ, ഇനി ഇപ്പൊ കാര്യങ്ങളൊക്കെ എളുപ്പമായി, എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അമ്മ ഈ സമയം വിളിക്കുവാണെങ്കിൽ അത് അവന്റെ ഇടുത്തി പോലെയായിട്ടുള്ള കാര്യമായിരിക്കും എന്ന് പറയാണ്. പിന്നീട് പ്രകാശന്റെ ഫോണിലേക്ക് വിളിക്കണം. പ്രകാശൻ സന്തോഷത്തിൽ ഇരിക്കുവാണ്. ഇനിയിപ്പൊ അധികം വൈകാതെ കല്യാണം നടക്കും, അങ്ങനെ താൻ കോടീശ്വരനാവും എന്നൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മിയമ്മയുടെ കോളം കൂടി ചെല്ലുന്നത്. പ്രകാശൻ അടുത്ത് ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ ചോദിച്ചു, ഞാൻ ആരാന്ന് നിനക്ക് മനസ്സിലായെന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞതിന് പ്രകാശം എടുത്തു, ഈ സൗണ്ട് നല്ല പരിചയമുണ്ട സൗണ്ട് ആണല്ലോ എന്ന് ഓർക്കണം. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ, ഞാൻ മരിച്ചു മണ്ണടിഞ്ഞെന്നോ? ഇല്ലടാ പ്രകാശ, ഞാൻ മരിച്ചു മണ്ണടിഞ്ഞിട്ടില്ല, ഞാൻ ജീവനോടെ തന്നെ ഉണ്ടെന്ന് പറയാണ്. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്, കോടതിയിൽ ഞാൻ വരത്തില്ലെന്നോ? നീ കോടതിയിലേക്ക് വാടാ, അവിടെ വെച്ച് നിന്നെ
എനിക്കൊന്ന് കാണണമെന്ന് പറയാണ്. അത് നിന്റെ അവസാനത്തെ കാണലായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തലയിലൊരു ഇടുത്തി വീണ പോലെ പ്രകാശൻ ഞെട്ടിപ്പോവാണ്. പ്രകാശൻ ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ലാതെ ഇങ്ങനെ ഒരു കോള് വരുന്നോ, അല്ലെങ്കിൽ ലക്ഷ്മിയമ്മ മരിച്ചിട്ടില്ലാന്നോ, മരിച്ചെന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുമായിരുന്നു. പ്രകാശന്റെ കയ്യിൽ നിന്ന് ഫോൺ വരെ താഴെ പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലായി പോയി പ്രകാശന്. ഇനി മുന്നോട്ടുള്ള തന്റെ ഓരോ നീക്കങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ താൻ മരണപ്പെടും, അല്ലെങ്കിൽ തന്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലായി. ഒരിക്കലും അവള് തന്നെ വെറുതെ വിടത്തില്ലെന്ന് മനസ്സിലായി. അങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് പ്രകാശം നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ശാരി ഒരു തീരുമാനം എടുത്തു. മനോഹർ ഇനി ഭൂമി വെച്ചുകൂടാ. അവൻ തന്റെ മോളുടെ ജീവൻ ആപത്താണ്. അത് മാത്രമല്ല ഇനി പല പെൺകുട്ടികളും ജീവൻ നശിപ്പിക്കും. അതുകൊണ്ട് അവൻ ഞങ്ങൾ തീർത്തേക്കാം. ഉള്ളതെല്ലാം വിറ്റ് പെറുക്കിയിട്ടാണ് ശരി, ഏതെങ്കിലും വാടക കൊണ്ട് തന്നെ ഏർപ്പാടാക്കാം അവനെ ഇല്ലാതാക്കാനായിട്ട്. അങ്ങനെ ശാരിയും തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കാണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.